ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ റമളാൻ സമാഗതമാവുകയാണ്. റമളാൻ വെളിപ്പാടുകളിയാണ് നിൽക്കുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിലെത്തും. സയ്യിദ് ഷുഹൂർ, മാസങ്ങളുടെ നേതാവ് എന്നു വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ മാസമാണ് റമളാൻ. ത്യാഗത്തിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും ആത്മീയതയുടെയും വൃദ്ധാനുഷ്ഠാനത്തിൻ്റെയും വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെയും മാസമാണ് വിശുദ്ധ റമളാൻ. റമളാനിന് ഏറെ ബഹുമാനവും ആദരവും നൽകിയാണ് നാം സ്വീകരിക്കേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയേക്കാളും കൂടുതൽ വലിയ ബഹുമാനമാണ് ഈ മാസത്തിന് നൽകി നാം സ്വാഗതമരുളേണ്ടത്. സാധാരണ ഒരു മാസമല്ല റമളാൻ. അതുകൊണ്ട് തന്നെ 2 മാസം മുൻപ് തന്നെ റമളാനെ നാം വിളിച്ചു വരുത്തുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. റജബ്, ശഅബാൻ മാസങ്ങളിൽ റമളാനെ പരാമർശിച്ചുകൊണ്ട് പ്രത്യേക പ്രാർത്ഥന നടത്തിയവരാണ് നാമെല്ലാം. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൻ്റെ മഹത്വങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസം കടന്നു വരുമ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. നിങ്ങളിലേക്ക് റമളാനിലുണ്ടാകുന്ന മഹത്വങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വർഷം മുഴുവനും റമളാനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റമളാനിലെ ഓരോ അമലുകളും ഓരോ കർമ്മങ്ങളും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഒരു മാസമായതുകൊണ്ട് തന്നെ ആ മാസത്തിനെ ജീവിതത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്താനും എല്ലാ തിരക്കുകളും എല്ലാ ഭൗതികമായ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് റമളാൻ ഉപയോഗപ്പെടുത്താൻ നാം സന്നദ്ധരായിരിക്കണം. റമളാൻ വരട്ടെ എന്നിട്ടാവാം എന്ന് ചിന്തിക്കുന്നതിലുപരി റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഒന്നാമതായി വേണ്ടത് മാനസികമായ തയ്യാറെടുപ്പാണ്. രണ്ടാമത് ശാരീരികമായ തയ്യാറെടുപ്പാണ്. മൂന്നാമത് കർമ്മപരമായ തയ്യാറെടുപ്പാണ്. ഇത്തരം ഒരുക്കങ്ങളുണ്ടായാൽ മാത്രമേ ഒരു വിശ്വാസിക്ക് റമളാനെ ഉപയോഗപ്പെടുത്താനും അതുവഴി നമുക്ക് വിജയിക്കാനും സാധിക്കുകയുള്ളൂ. മാനസികമായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമുക്കുണ്ടായിരിക്കണം. മഹാന്മാരായ സ്വഹാബികൾ റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ സല്ലിംനി ഇലാ റമളാന വസല്ലിംനി റമളാന വതസല്ലംഹു മിന്നി മുതഖബ്ബല. അല്ലാഹുവേ, റമളാൻ വരെ എൻ്റെ ജീവിതം നിലർത്തിക്കൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമളാനിൽ ആരാധനാനിരതരാകാനും സ്വീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിക്കൊണ്ട് പരലോകം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കക്ഷികളെ കൂട്ടത്തിൽ പെടുത്തണമെന്നുള്ള രീതിയിലുണ്ടാകുന്ന പ്രാർത്ഥനകൾ അവർ നടത്തിയിരുന്നു. റമളാനിൽ കർമ്മരംഗത്ത് സജീവമാകണമെന്ന് നേരത്തെ തീരുമാനമെടുക്കുകയും അതിനനുസരിച്ച് ജോലിയെയും ജീവിതത്തിനെയും ക്രമീകരിക്കുകയും വേണം. ദുർബലമായ അഭിപ്രായങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ശക്തമായ തീരുമാനങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. റമളാനിൽ എന്തൊക്കെ, എത്രയൊക്കെ, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഉറച്ച നിലപാടെടുത്താൽ വിശ്വാസിക്ക് കഴിയുമെന്നത് മാനസികമായ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും ശരീരങ്ങളും പരിസരങ്ങളും വീടും ചുറ്റുപാടുകളെല്ലാം റമളാനിന് മുന്നോടിയായിട്ട് നാം തയ്യാറായി നിൽക്കേണ്ടതുണ്ട്. വീടിൻ്റെ അകവും പുറവും വെടുപ്പും വൃത്തിയിലുമായി സൂക്ഷിക്കുകയും ആരാധനയ്ക്ക് വേണ്ടി വസ്ത്രങ്ങളും ഇടങ്ങളുമെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് അടുക്കും ചുട്ടയിലുമായി നമ്മൾ കഴിയേണ്ടതുണ്ട്. ഇബാദത്തുകൾക്കുള്ള തയ്യാറെടുപ്പ്, ആരാധന ചെയ്യാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഒരു വ്യക്തി എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ എല്ലാവർക്കും സൗകര്യമാകുന്ന രീതിയിൽ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും നേരത്തെ നാം ഒരുക്കി വെക്കേണ്ടതുണ്ട്. നോമ്പ് തുറക്കാനും അത്താഴത്തിനും മുത്താനത്തിനുള്ള ഭക്ഷ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്നതിലുപരിയായിട്ട്
മറ്റുള്ള ഇബാദത്തുകൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാമുഖ്യം കൽപ്പിച്ച് അതിനുള്ള തയ്യാറെടുപ്പാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞാൽ ഇനി 11 മാസം കഴിയണം വീണ്ടും ഒരു റമളാൻ നമുക്ക് ലഭിക്കാൻ. അതിനിടയിൽ നമ്മുടെ ജീവിതകാലത്തെക്കുറിച്ച് നമുക്ക് യാതൊരു വിവരവുമില്ല. കിട്ടുന്ന സമയങ്ങളെല്ലാം ഒരു സുവർണകാലമായി ഉപയോഗപ്പെടുത്തി റമളാൻ കാലത്തെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ്. മാനസികമായി തയ്യാറെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് നേരത്തെ തന്നെ ധാരാളം സുന്നത്തായ കാര്യങ്ങൾ ഏർപ്പെടുക, സുന്നത്ത് നിസ്കരിക്കുക, അതുപോലെ ധാരാളം ഖത്മുൽ ഖുർആൻ ഓതി പൂർത്തീകരിക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. റമളാനിൻ്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിൽ ധാരാളം നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരുന്നൊരു മാസമാണ് നാം പഠിച്ചിട്ടുണ്ട്. അത് റമളാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തയ്യാറെടുപ്പാണ്, ഒരു പരിശീലനമാണ്. അതുപോലെ കഴിഞ്ഞ വർഷം നോമ്പ് ഖളാ വീട്ടാനുണ്ടെങ്കിൽ, നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ ഈ വർഷത്തിനിടയിൽ നോമ്പ് നോക്കിയിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഖളാ വീട്ടുകയും അല്ലാത്ത പക്ഷം അതിന് വേണ്ടിയുള്ള പ്രായശ്ചിത്തത്തിൻ്റെ വഴി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ റമളാൻ വരുമ്പോൾ കഴിഞ്ഞ റമളാനുള്ള നോമ്പ് ഒഴിവായി പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇബാദത്തുകൾക്ക് ഒരുങ്ങേണ്ടത്. കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് നിയ്യത്ത് അനിവാര്യമായതുപോലെ അതിൻ്റെ സമ്പൂർണ്ണതയ്ക്ക് നിയ്യത്ത് നന്നാക്കൽ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മറ്റും ഉദ്ധരിക്കുന്ന ഒരു തിരുവചനം കാണുക: ഇദാ ജഅ ശഅബാനു ഫതഹിറു ഖുലൂബക്കും വഅഹ്സിനു നിയ്യതക്കും. ശഅബാനും സമാഗതമായാൽ നിങ്ങൾ ഹൃദയം ശുദ്ധീകരിക്കുകയും നിയ്യത്ത് നന്നാക്കുകയും ചെയ്യണം എന്ന് നമുക്ക് കാണാൻ കഴിയും. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിൻ്റെ മുന്നൊരുക്കത്തിലേക്കുള്ള പ്രേരണയാണിത്. എല്ലാവിധ കുറ്റകൃത്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയും പാപമോചനവും പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലും മുഴുകി ഖുർആൻ പാരായണവും ഇലാഹി സ്മരണയും വർദ്ധിപ്പിച്ചും മറ്റും ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കണം. അങ്ങനെ സംശുദ്ധമായ ഹൃദയത്തിൽ നിന്നാണ് ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. 10-11 മാസത്തെ എണ്ണമറ്റ കുറ്റകൃത്യങ്ങളിലൂടെ കറപിടിച്ച മനുഷ്യഹൃദയം നിരന്തരമായ സംസ്കരണ പ്രക്രിയയിലൂടെ മാത്രമേ ശുദ്ധീകരിക്കുകയുള്ളൂ. വ്യക്തിയുടെ വളർച്ചയും വികാസവും ഹൃദയ വിമലീകരണവുമായി ബന്ധപ്പെട്ടതാണ്. നന്മകൾ ഉയരെടുക്കാനും തിന്മകളും വെള്ളവും വളവും സ്വീകരിച്ച് ശക്തിയാർജിക്കുന്നതും ഹൃദയത്തിലാണ്. വിളക്ക് പോലെ പ്രകാശം ചൊരിയുന്ന നിഷ്കളങ്ക ഹൃദയത്തിലെ നല്ല നിയ്യത്തുകൾ ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വെമ്പൽ കൊള്ളുന്നവർക്ക് പശ്ചാത്താപത്തിൻ്റെ നിർഭലമായ മനസ്സുണ്ടാകും. ഇതാണ് നമ്മൾ മാനസികമായ തയ്യാറെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന്, നമ്മൾ ശാരീരികമായി തയ്യാറാവുക എന്നുള്ളതാണ് വ്രതമനുഷ്ഠിക്കുന്നത്. വയർ നിറച്ച് ആഹാരം കഴിച്ച് ശീലിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം പകൽ സമയം പൂർണ്ണമായും പട്ടിണി കിടക്കാനും നോമ്പ് മുറിയുന്നത് മുഴുവൻ സംഗതികളിൽ നിന്നും വിട്ടുനിൽക്കാനും പാകപ്പെടുത്തേണ്ടതുണ്ട്. പുണ്യമായ റജബിലും ശഅബാനിലും വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള പരിശീലനം നേടുകയായിരുന്നു കഴിഞ്ഞുപോയ മഹാന്മാരെല്ലാം. കേവലം ഒരു പട്ടിണി ആവാതെ പൂർണ്ണമായും പ്രതിഫലാർഹമായ രീതിയിൽ നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യമാണ് കർമ്മപരമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. ഈ പറഞ്ഞതിലെല്ലാം അത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ധാരാളം കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ടാർജറ്റ് അല്ലെങ്കിൽ ടൈം ടേബിൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഫർള് നിസ്കാരങ്ങൾ സമയബന്ധിതമായി നിർവഹിക്കുന്നതോടൊപ്പം ജമാഅത്തിൽ തന്നെ പങ്കെടുക്കാനും ജമാഅത്തായി നിസ്കരിക്കാനും ഇത്രയും ഖത്മുകൾ ഓതി തീർക്കണമെന്നുള്ള ഒരു ചിന്തയും സുന്നത്തായ നിസ്കാരങ്ങളും ഇഅ്തികാഫും ദാനധർമ്മങ്ങളും തുടങ്ങി ഓരോ കാര്യങ്ങൾക്കുള്ള ടൈം ടേബിളും സമയബന്ധിതമായുള്ള നമ്മളെ കർമ്മ നടപടികളുമാണ് പ്രധാനമായി റമളാൻ ചെയ്യേണ്ട കർമ്മപരമായ കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്തു തീർക്കുമ്പോൾ മാത്രമേ നമുക്ക് റമളാനെ പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. റമളാനിൻ്റെ ആദ്യത്തെ രാവ് തന്നെ വലിയ മഹത്വമുള്ളതും ദുആക്ക് വലിയ ഉത്തരം ലഭിക്കുന്ന രാവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും
ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ കഴിയുകയും ഷവ്വാലിൻ്റെ പിറവിയോടുകൂടി പുതിയ മനുഷ്യനായി, പുതിയ വിശ്വാസിയായി, പുതിയൊരു മുഅ്മിനായി, വിപുലീകരിക്കപ്പെട്ട മനസ്സിൻ്റെ ഉടമയായി, ത്യാഗോച്ചരമായൊരു ജീവിതം നയിച്ചുകൊണ്ട് റമദാൻ എന്നുള്ള പാഠശാലയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മഹത്തായ നാളെ റയ്യാൻ എന്നുള്ള കവാടത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സത്യവിശ്വാസിയായി പുറത്തു വരാൻ നമുക്ക് സാധിക്കണം. സാർവത്രികമായി നാട്ടിൽ നിലനിൽക്കുന്ന മറ്റൊരു മുന്നൊരുക്കമുണ്ട്. നമ്മുടെ അടുക്കളയിലെ സ്റ്റോക്ക് റൂമിൽ കേന്ദ്രീകരിക്കുന്ന വിഭവശേഖരണമാണത്. 2 മാസം സുഭിക്ഷമമായി കഴിക്കാനുള്ള ആഹാര വിഭവങ്ങൾ നേരത്തെ ഒരുക്കി വെക്കാൻ ഏറെ ശ്രമിക്കുന്നവരാണവർ. മല്ലി, മുളക് തുടങ്ങിയവയുടെ പൊടികളും മറ്റും വിഭവങ്ങളും ധാരാളമായി തയ്യാറാക്കുന്നതിൽ മത്സരിക്കുന്നു. പലരും ഇவ்விധമുള്ള സ്വീകരണവും മുന്നൊരുക്കവും നല്ലത് തന്നെയാണ്. റമദാനിൻ്റെ അനുഗ്രഹ നിമിഷങ്ങൾ മാർക്കറ്റിൽ ചെലവഴിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. എന്നാൽ പുണ്യമാസത്തിൻ്റെ വരവേൽക്കുന്നത് കേവല ഭക്ഷണ വിഭവങ്ങളിലോ പലഹാരങ്ങളിലോ പഴവർഗ്ഗങ്ങളിലോ പരിമിതപ്പെടുത്തരുത്. പകൽ മുഴുവൻ പട്ടിണി കിടക്കേണ്ട പുണ്യമാസത്തെ തീറ്റയുടെ മാസമാക്കി ഒരിക്കലും മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പല്ല റമദാനിൻ്റെ മുന്നൊരുക്കമായി നാം കാണേണ്ടത്. ആത്മീയമായും ശാരീരികമായും കർമ്മപരമായും വലിയ പരിശീലനം നേടി മാസങ്ങളുടെ നേതാവായ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.